സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം കേട്ടോ. നമ്മൾ പല ആൾക്കാർക്കും ഇത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പലരും ഒരു ശുശ്രൂഷയ്ക്ക് പോയി, അല്ലെങ്കിൽ 2-3 പ്രാവശ്യം പോയി, ഫലമൊന്നും കണ്ടില്ല. അത് കാരണം ശുശ്രൂഷ വേണ്ടെന്ന് വെക്കുന്നു. എന്നാൽ ഈശോ പറഞ്ഞിരിക്കുകയാണ്, ഇത് ഉണ്ടാകുന്നത് പെട്ടെന്നല്ല. നമ്മൾ ഈ മറ്റ് കൃഷിയിടങ്ങളിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യം അത് മുളച്ചു പൊങ്ങി വരും, പിന്നെ ഇല, അല്ലേ, പിന്നെ അത് വലുതാകുന്നു, മുട്ടിടുന്നു, പൂവാകുന്നു, കായാകുന്നു. ആദ്യമേ കായാകുകയില്ല. ഇതുപോലെയാണ് ആത്മീയമായ അഭിവൃദ്ധി. പലരും ആദ്യമേ കാ കിട്ടാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ മിനിസ്ട്രിക്ക് വേണ്ടി വരും. 2-3 പ്രാവശ്യം കഴിഞ്ഞിട്ടും കായൊന്നും കാണാതെ വരുമ്പോൾ ഇട്ടിട്ടും പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. ആദ്യമേ വരുന്നത് മുകുളമാണ്, പിന്നെ അത് ഇലയാകുന്നു, പിന്നെ അത് പതുക്കെ ഉയരുന്നു, വീണ്ടും അത് മുട്ടിട്ട് ഫലം നൽകാൻ തുടങ്ങുന്നു. ഇതുപോലെ പതുക്കെയാണ് ആത്മീയമായ ശുശ്രൂഷ സൗഖ്യം പ്രാപിക്കുക. ഈ വെട്ടൊന്ന് മുറി 2 ഇതൊക്കെ അല്ലേ നമ്മുടേതായ കാഴ്ചപ്പാടാണ്, ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയല്ല ആത്മീയത. ആത്മീയത വളർന്ന് വരണം. അങ്ങനെ വളർന്നു വരുന്നിടത്ത് പെട്ടെന്നത് പോവുകയില്ല. അങ്ങനെയുള്ളൊരു കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.